കേണൽ CM ഉണ്ണിത്താൻ സാർ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഖ്വാജ എം ആസിഫിന്റെ ഒരു പ്രതികരണം വലിയ രീതിയിൽ ഇപ്പൊ ചർച്ചയാവുകയാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ന്യൂസ് നെറ്റ്വർക്കായ സ്കൈ ന്യൂസിന് നൽകിയിരിക്കുന്ന ഒരു പ്രതികരണമാണ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി തീർന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നതിലും ഞങ്ങള് വ്യാപൃതരായിട്ട് തന്നെ ഉണ്ട്. അത് പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നത് US വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മറ്റ് ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ കീഴ്പ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു വൃത്തികെട്ട പരിപാടിയിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇതിനെപ്പറ്റി ഈ ഞാനത് സത്യത്തിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഇങ്ങനെയുള്ള ഈ പാകിസ്ഥാനികളാണല്ലോ ഈ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടിരിക്കുന്നത്, ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത്. അതുപോലെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞതും ഞാൻ കേട്ടു. അതുപോലെ ബിലാവൽ ഭൂട്ടോ, ബേനസീർ ഭൂട്ടോ, പഴയ പിന്നെ സുൽഫിക്കർ അലി ഭൂട്ടോ അയാളെ കൊന്നല്ലോ, അയാളുടെ മകളെയും കൊന്നല്ലോ. അതിനുശേഷം മകൻ ഇപ്പോഴത്തെ PPP ഈ പാർട്ടിയുടെ ആ പാർട്ടിയുടെ ചെയർമാനാണ്. ഇയാൾ നേരത്തെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു, എങ്ങനെ കഴിഞ്ഞ മിനിസ്ട്രിയിൽ. അപ്പോൾ ഇവരൊക്കെ പറയുന്ന വിവരദോഷങ്ങൾ സത്യത്തിൽ കേട്ട് നമുക്ക് എന്താ പറയുന്നത്, ഇവിടെ ഇത്ര ഇവർക്ക് ഒരു മൂളയില്ലയോ എന്ന് പറയില്ല, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ മൂളയില്ലാത്തവരെന്ന് പറയുന്നത്. ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഓപ്പൺലി ഇന്റർനാഷണൽ മീഡിയയിൽ അഡ്മിറ്റ് ചെയ്യാണ്. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? പറഞ്ഞാൽ ശരിയാണത്. അത് 30 വർഷമല്ല, എത്രയോ വർഷങ്ങൾ മുമ്പ് മുതലാണെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് നമ്മുടേത് ഇതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്താൽ, നമ്മൾ റിസർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. സത്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ 1971 യുദ്ധത്തിനെ പറ്റി ഒരു പക്ഷേ മിസ്റ്റർ ഗൗതം ജനിച്ചിട്ടുണ്ടോ അറിഞ്ഞുകൂടാ, പക്ഷേ ലെറ്റ് മീ ടെൽ യു. അതായത് 93,000 പാകിസ്ഥാനി പട്ടാളക്കാർ സറണ്ടർ ചെയ്തു കിഴക്കൻ പാകിസ്ഥാനിലെ യുദ്ധം അവസാനിച്ചപ്പോൾ. ഡിസംബർ 3-ാം തീയതി 1971 തുടങ്ങി ഡിസംബർ 14-ാം തീയതി 17-ാം തീയതി യുദ്ധം തീർന്നു. ആയുധം വെച്ച് കീഴടങ്ങി. അപ്പം അതിനുശേഷം ഈ പട്ടാളക്കാരെ മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ട ഗതികേട് വന്നു. എങ്ങനെ? ഇന്ത്യക്ക്. എന്തുകൊണ്ട് കൊടുത്തു എന്ന പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അഡ്വൈസറായിട്ടുള്ള ഹെൻറി കിസിഞ്ചർ, ഇയാള് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 70 നടന്നുള്ളപ്പോൾ 7th ഫ്ലീറ്റ് എന്ന അമേരിക്കൻ യുദ്ധ കപ്പലുകൾ നമ്മുടെ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു. എന്തിന്? ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി. അതിനുശേഷം യുദ്ധം അവസാനിച്ചെങ്കിലും വെസ്റ്റേൺ സെക്ടറിലാണെങ്കിൽ നമ്മൾ ഏതാണ്ട് 75 കിലോമീറ്റർ ഉള്ളിലേക്ക് പാകിസ്ഥാന്റെ പ്രവിശ്യയിൽ കയറി. അതെല്ലാം അവസാനം ഷിംല കരാറിൽ ഒപ്പുവെക്കാനും ഇതിനൊക്കെ ഇന്റർനാഷണൽ പ്രഷർ ഉണ്ട്. അന്ന് പാകിസ്ഥാൻ അമേരിക്കക്കാരുടെ ഒരു സ്റ്റൂജ് നേഷൻ, അല്ലെങ്കിൽ അവരുടെ മോസ്റ്റ് ഫേവേർഡ് ആയിട്ടുള്ള അവിടുന്ന് ആയുധങ്ങളും കാശും എന്നിവേണ്ട എല്ലാം കൊടുത്തിട്ട് ഈ ഡർട്ടി വർക്ക്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. അത് പിന്നെ അപ്പൊ അത് 1970 മുമ്പിലുള്ള കാര്യം ആണ്, അന്ന് മുതലാണ്. അപ്പൊ അതിനുശേഷം 50 വർഷത്തിൽ കൂടുതലായി, 55 വേണമെങ്കിൽ പറയാം. റൈറ്റ്. ഇപ്പൊ ഇവരെ 30 അഡ്മിറ്റ് ചെയ്തു. ഇത് സത്യത്തിൽ ഇത്ര പൊട്ടന്മാരാണല്ലേ ഇവര്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഓപ്പൺലി അഡ്മിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും വടി കൊടുത്ത് അടി വാങ്ങിക്കാവുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ, യവന്മാർ വടി കൊടുത്ത് തിരിച്ചടിക്കാനുള്ള സൗകര്യം ഇന്ത്യക്ക് തന്നിരിക്കുകയാണ്. അത് നല്ലവണ്ണം അവർക്ക് ശരിക്ക് കൊടുക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല എന്നാണ് എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായം. പിന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒരു അല്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രേക്ഷകരോട്. ഒന്ന്, അമേരിക്ക, ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. അദ്ദേഹം ഓപ്പൺലി ഇന്ത്യ ഈ ചെയ്ത ക്രൂരകൃത്യത്തിന് എതിരായിട്ട് എന്ത് വേണമെങ്കിലും വിശ്വാസം. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിലുള്ള പലരും, ഫോറിൻ മിനിസ്റ്റർ ആണെങ്കിലും തുളസി ഗബാർഡ് ആണെങ്കിലും പട്ടേൽ ആണെങ്കിലും, ഇവരെല്ലാം, കാരണം അമേരിക്കയുടെ ചാര സംഘടനയുടെ ഹെഡാണ് ഇപ്പോഴേ ആകാശ് പട്ടേലാണെന്ന് തോന്നുന്നു അദ്ദേഹം. ഇവരെല്ലാം ഫുൾ സപ്പോർട്ടാണ് ഇന്ത്യക്ക് തന്നിരിക്കുന്നത്. അതുപോലെ അമേരിക്കൻ ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിൽ അദ്ദേഹം നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ 23 രാജ്യങ്ങൾ ലോകത്തിലെ ഓപ്പൺ സപ്പോർട്ട് ഇന്ത്യക്ക് തന്നിരിക്കുകയാണ്.
വേറാസ് ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് ചൈനയും പിന്നെ നമ്മുടെ തുർക്കി എന്ന് പറയുന്ന എഡ്രോജൻ ഭരിക്കുന്ന ഈ രണ്ട് രാജ്യം മാത്രമേ ഉള്ളൂ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒരുപാട് നമ്മൾ ഇന്ത്യയുമായിട്ട് വ്യവസായ ബന്ധങ്ങളും, നമ്മുടെ ഇന്ത്യയിലെ ചീപ്പ് ലേബർ എത്രയോ ലക്ഷം ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നു, അവർ ഓപ്പൺ സപ്പോർട്ടിന് പോവുകയില്ല. വളരെ ക്ലിയർ ആണ്. അവരുടെ സാമ്പത്തികപരമായ പല കാര്യങ്ങളും ഇന്ത്യയുമായിട്ട് ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് പ്രയോജനമേ ഉണ്ടാകുള്ളൂ. അതുപോലെ സൗദി അറേബ്യ ഓപ്പൺലി ഇന്നുവരെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തില്ല, സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്നാമത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം, അവരാണെങ്കിൽ പറയുന്നത് ഈ പ്രശ്നത്തിൽ അവരൊരു മീഡിയേഷൻ നടത്താം, എങ്ങനെ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കും ഇന്ത്യയോട് നല്ല ബന്ധമാണ്. അതും പ്രത്യേകിച്ചും പ്രൈം മിനിസ്റ്റർ മോദിയെ വരെ ഇറാനിലെ ഏറ്റവും വലിയ ഉന്നത അവാർഡ് വരെ അദ്ദേഹത്തിന് കൊടുത്തു. അതുപോലെ സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പം പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഇന്റർനാഷണൽ സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഇത് ഇന്ത്യക്ക് ഇന്ന് ലോകത്തിലുള്ള ഒരൊറ്റ വേൾഡ് ലീഡേഴ്സിനും ഇല്ലാത്ത, ഈസ് ദ നമ്പർ 1 ടോളസ്റ്റ് വേൾഡ് ലീഡർ ടുഡേ. ആൻഡ് ഹി G20 നടന്ന കാര്യങ്ങളും 55 രാഷ്ട്രങ്ങളിലൂടെ വന്നതും. സോ all these countries are going to support India very, very well. ഓക്കെ. ചൈന പാകിസ്ഥാനുമുള്ള ഇന്ത്യക്കെതിരായിട്ടുള്ള അവരുടെ വർഷങ്ങളായിട്ടുള്ള അവരുടെ മനസ്സിലുള്ള ആ വെറുപ്പും കാര്യങ്ങള് ഓപ്പൺലി അവർ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാണ് നമ്മുടെ 3 വർഷത്തിന് മുമ്പ് നടന്ന ഡോക്ലാമിലെ ഇഷ്യൂ അല്ല. പക്ഷെ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി കൺട്രോൾഡ് ആണ്. അതിനെ നേരിടാനുള്ള ധൈര്യശാലിയായ ഇന്ത്യൻ ലീഡർഷിപ്പാണ് എന്നുള്ളത്. അതിനുശേഷം പാകിസ്ഥാൻ ഉറിയിൽ കയറിയ കാര്യങ്ങൾ കാണിച്ചപ്പോഴും, ബാലാക്കോട്ടിൽ ചെയ്തപ്പോഴും, പഠാൻകോട്ടിൽ ചെയ്തപ്പോഴും, ബാലാക്കോട്ടിൽ പോയി നമ്മൾ അതിന് പ്രതികാരം ചെയ്തു. പുൽവാമയിലെ BSF ജവാൻസിനെ കൊന്നത് 43 പേര്. ഇതിനൊക്കെ നല്ല തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അത് ഒരു ട്രെയിലർ ആയിരുന്നു. എങ്ങനെ ഇത് മനസ്സിൽ നിങ്ങൾ ഇനിയും കയറി നമ്മളെ കുമയ്ക്കാൻ വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ അവർ ചെയ്യാറില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തു. അന്ന് അവർ സാമ്പത്തികപരമായി വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു. ഇന്നാണെങ്കിൽ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് സത്യത്തിൽ അവർ ജീവിക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജിലേക്ക്, അതുപോലെ വെള്ളം കൂടെ കിട്ടാതിരുന്നാൽ. എന്നിട്ട് ഇവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞല്ലോ, എന്ത് ഡാം കിട്ടിയാലും ഞങ്ങളത് യുദ്ധത്തിൽ കൂടെ നശിപ്പിക്കുമെന്ന്. അതിനുള്ള സമയവും സൗകര്യവും അതിനുള്ള കാര്യങ്ങളുണ്ടോ ഇവർക്ക്? ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിങ്ങനെ ഒരു ഇന്റർനാഷണൽ മീഡിയ അട്രാക്ഷന് വേണ്ടി ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഇൻക്ലൂഡിങ് ദിസ് ഓപ്പൺ അഡ്മിഷൻ. എങ്ങനെ 30 വർഷമായിട്ട് അല്ലെങ്കിൽ 3 ഡെക്കേഡ്സ് ഞങ്ങൾ US-ന്റെയും UK-യും അതുപോലെ വെസ്റ്റേൺ കൺട്രീസിന്റെയും ഉഗ്രവാദ കാര്യങ്ങൾക്ക് ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തതിനെ. ഇതനുസരിച്ച് അവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുമായിരുന്നു. ഇപ്പൊ അതെല്ലാം നിന്നു. ഇന്ന് പാകിസ്ഥാന്റെ കയ്യിലുള്ള F-16 90 F-16 എയർക്രാഫ്റ്റ് ഉണ്ട്, അമേരിക്കക്കാർ കൊടുത്തു. അത് വർഷങ്ങൾ വഴങ്ങി തുരുപ്പിച്ചു. അതിൽ 50% പാകിസ്ഥാന്റെ F-16 ഇന്ന് ഓഫ് റോഡ് ആണ്, സർവീസബിൾ അല്ല. ഒരു യുദ്ധം വന്നാൽ അവന്മാർക്കാണെങ്കിൽ 45 എയർക്രാഫ്റ്റ് പറക്കാൻ പറ്റത്തില്ല. അത് പറക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? പാകിസ്ഥാൻ ഒരു കൺസെഷൻ ഏതാണ്ട് $40 ബില്യൺ സ്പെയർ പാർട്സ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ അത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നേ ഉള്ളൂ. അത് ചെയ്ത് തയ്യാറാകാൻ, എയർക്രാഫ്റ്റ് തയ്യാറാകുന്ന എത്ര സമയം എടുക്കുമെന്ന് അറിയാമോ? ഒന്ന്. രണ്ടാമത്, അതെല്ലാം ഔട്ട്ലി വിടുന്നു. ഇന്ത്യയുടെ റാഫേലും ഇന്ത്യയുടെ SU-13 SU-35 അതുപോലെ തേജാസും ഇന്ത്യൻ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഇതെല്ലാം ഉണ്ടാവും. അതുപോലെ ഇന്ത്യയുടെ ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽസ് 5200 കിലോമീറ്റർ വരെ ഫയർ ചെയ്യാം. അല്ല, പാകിസ്ഥാനിൽ ഉള്ള വെടിവെച്ചാൽ പൊട്ടാത്ത മിസൈൽ എന്ന് പറഞ്ഞാൽ 2200 കിലോമീറ്റർ കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ കമ്പാരിസണ് പോയാൽ തന്നെ ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഇന്ത്യ ലോകത്തിലെ 135 രാഷ്ട്രങ്ങളുടെ ഫയർ പവർ ഇൻഡെക്സിൽ ഇന്ത്യ 4ാമതാണ്. വേറെ പാകിസ്ഥാന്റെ കണക്കെടുത്ത് നോക്കിയാൽ അത് 12 തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രാജ്യം നമ്മളെ ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നാണ് ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഇന്ത്യ കയറി ഇവർക്ക് തിരിച്ചടി കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ജൽപ്പനങ്ങൾ എന്ന് പറയും ശുദ്ധ മലയാളത്തിൽ. ഹാഫിസ് സെയ്ദിനെ പോലുള്ള ഭീകരവാദിയെ ഇന്ത്യക്ക് പിടിക്കാൻ വേണ്ടി ഇത്രയും വർഷങ്ങളായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു പരാതി പല രാഷ്ട്രീയ സ്നേഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമ്മളെ മുംബൈയിലെ ആക്രമണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഹൽഗാം ആക്രമണത്തിന്റെ ഒക്കെ പിന്നിൽ ഹാഫിസ് സെയ്ദിന്റെ ആസൂത്രണമാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പൊ സുരക്ഷിതനായി സ്വതന്ത്രനായി ഹാഫിസ് സെയ്ദ് ഒക്കെ കണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗൗതം,
ഹഫീസ് സയ്യിദ് ലക്ഷറി തൊയ്ബയുടെ നേതാവെന്ന നിലയ്ക്ക്, ലീഡർ എന്ന നിലയ്ക്ക് ഇപ്പോൾ കറാച്ചിയിൽ ഒരു മോസ്ക് ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് ഇയാൾ താമസിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് സംവിധാനങ്ങളോടുകൂടി പിന്നെ ഒസാമ ബിൻ ലാദനെ US പട്ടാളം അല്ല US വന്ന് കൊന്നു കടലിൽ കൊണ്ട് കളഞ്ഞത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി എന്തൊക്കെയാണെന്ന് ഇത് നമുക്ക് പല മീഡിയയിൽ കൂടെയും, ഞാൻ ഇന്റർനാഷണൽ വിയോണിൽ കൂടെയും മറ്റുള്ള പല ചാനൽ കൂടെയും ഞാനത് കേട്ടു, എനിക്കറിയാം. അപ്പോൾ അവിടെ അതും പ്രത്യേകിച്ചും മോസ്കിന്റെ തൊട്ടടുത്ത് ഈ പള്ളി എന്ന് പറയുന്ന ഒരു ദൗർബല്യമാണ് അതെ പല ഉഗ്രവാദി മുസ്ലിംസിനും. മറ്റുള്ളതല്ല, ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് മുസ്ലിംസ് ഉണ്ട്, എത്രയോ ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഇന്ത്യയിൽ ജീവിക്കുന്നു, ഇന്ത്യൻ പട്ടാളത്തിലുണ്ട്, എയർഫോഴ്സിലുണ്ട്, നേവിയിലുണ്ട്. 100% അല്ല 200% പിന്നെ ഇന്ത്യക്ക് വേണ്ടിയാണ് അവരുടെ ലോയൽറ്റി. ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കുന്നതിന് തയ്യാറായിട്ടുള്ളവരാണ്. പക്ഷേ എല്ലാ മുസ്ലിംസും അല്ല. ഇതിലെ തലതിരിഞ്ഞ മതഭ്രാന്തി കയറിയ മിസ്ഗൈഡഡ് മിസൈൽ എന്ന് പറയും. ഒരു മിസൈൽ മിസ്ഗൈഡ് ആയിക്കഴിഞ്ഞാൽ അതിന്റെ ഗൈഡൻസ് സിസ്റ്റം നശിച്ചു പോയി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും എവിടെ പോയി വീഴാം, അല്ലെങ്കിൽ പൊട്ടാം എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അത് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ SDPI ബാൻ ചെയ്തു എങ്ങനെ പണ്ട് PFI ആയിരുന്നല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെ മുട്ടിയും പൊളച്ചും അതിന്റെ കാശ് വെളിയിൽ നിന്നും വന്ന് ഇങ്ങനെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതില് പിന്നെ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു പക്ഷേ ഗൗതം അതിനെപ്പറ്റി പിന്നെ വായിച്ചു കാണും. ജോർജ് സൊറോസ് എന്ന് പറയുന്ന മനുഷ്യനെ, അത് ഇതുമായിട്ട് ഭാഗമല്ലെങ്കിൽ ഞാനൊന്ന് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷ കക്ഷിക്ക് വേണ്ടി അവരുടെ ഇൻകം ടാക്സ് അപ്പലേറ്റ് അതോറിറ്റി അവരുടെ പിന്നെ അക്കൗണ്ട് മരവിപ്പിച്ച് 2013 മുതൽ പിന്നെ 5-6 വർഷത്തെ ടാക്സിലുള്ള ഇഷ്യൂസും പ്രശ്നങ്ങളും അത് ഫയൽ ചെയ്യുന്ന അപ്പലേറ്റ് അതോറിറ്റി പിന്നെ അക്കൗണ്ട് മരവിച്ചപ്പോൾ അതിനെതിരായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തെന്ന് കേൾക്കുന്നു. കാരണം 100 കോടി രൂപയോളം പിന്നെ ആ പ്രമുഖ ഓപ്പോസിഷൻ പാർട്ടിക്ക് കൊടുത്തു ഇലക്ഷൻ പിന്നെ ഇവിടെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞ ഒരു വാക്കും കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഖടാഖട്ട് ഖടാഖട്ട് ഖടാഖട്ട്, കാശ് എല്ലാവരുടെ അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ജയിച്ചു കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ. നടന്നില്ല. അതിനുശേഷം ഇത് കേട്ടോണ്ട് അന്ന് വോട്ട് ചെയ്ത UP പിന്നെ മുസ്ലിംസ് പലരും, മിസ്ഗൈഡ് ചെയ്ത മുസ്ലിംസ് എവരാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് വളഞ്ഞു. ഇതൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊന്നും കേട്ട് നമ്മൾ ഇതിനെപ്പറ്റി യാതൊരു രീതിയിലും പ്രതികരിക്കാതിരിക്കുക. അപ്പോൾ ബാക്കി പിന്നെ ഇവര് പിന്നെ ഉഗ്രവാദികളെ കൊണ്ട്, സത്യത്തിൽ ഈ യുണൈറ്റഡ് നേഷൻ അസംബ്ലിയിൽ ഇന്ത്യയുടെ പിന്നെ പെർമനന്റ് മെമ്പേഴ്സ് പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കണം. അവർ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ എക്സ്ട്രീമിസം എന്ന് പറഞ്ഞു. അതുപോലെ ലഷ്കർ ഇ തൊയ്ബയുടെ ഇയാളെ പിടിച്ചിട്ടില്ല എന്ന് ഗൗതം പറയുന്നു. കാരണം പാമ്പിന് പാലും ചോറും കൊടുത്ത് വളർത്തി ഇത് തിരിച്ചു കടിക്കും ഇന്നല്ലെങ്കിൽ നാളെ. അഫ്ഗാനിസ്ഥാനിൽ അവർ ചെയ്ത തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ പിന്നെ സാർ, ഇതിനൊക്കെ ഈ ഖ്വാജ എം ആസിഫ് ചോദിച്ച പോലെ ഈ ലോകത്ത് മുഴുവൻ അല്ലെങ്കിൽ വളരെ ഒളിഞ്ഞിട്ട് ഈ യുദ്ധം നടത്തുന്നതില് അമേരിക്കയുടെ ഒരു വലിയ അണ്ടർഗ്രൗണ്ട് ശക്തി ഉണ്ടോ എന്നുള്ളതാണ്. അമേരിക്കയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് മുതലുള്ള അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ they had only one interest, self interest, only American interest. അമേരിക്കൻ ഇമ്പീരിയലിസം എന്ന് കേട്ടില്ലേ? ലോകത്തിലെ ഒന്നാം ശക്തിയാകുക എന്നുള്ളതാണ്. പക്ഷേ ചൈനയുടെ വളർച്ച അവർക്ക് പ്രതികൂലമായിരിക്കുകയാണ്. ചൈനയാണെന്നുണ്ടെങ്കിൽ ഇന്നാണെങ്കിൽ അമേരിക്കയൊക്കെ പിന്നെ ഓവർടേക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ താരിഫ് ട്രംപ് അനൗൺസ് ചെയ്തതും അതിന്റെ പ്രതികരണവും ഒക്കെ ഇതൊക്കെ അറിയാമല്ലോ. പക്ഷേ അമേരിക്ക എക്സ്ട്രീമിസത്തിനും അല്ലെന്നുണ്ടെങ്കിൽ ഈ പവർ സെന്റേഴ്സ് ആകുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനൊരു ഫണ്ടിങ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? അത് പഴയ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിലാണെങ്കിൽ ഈ ട്രംപിന്റെ പുതിയ പിന്നെ ട്രംപ് 2 ടെനുവറിൽ അദ്ദേഹം അമേരിക്ക ഒന്നാമത് എത്തണം. പക്ഷെ അതിന് ചെയ്യേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിന് താല്പര്യം കുറവാണ് കാണിക്കുന്നത്. ചെയ്യുമോ എന്നുള്ള എനിക്കതിനെപ്പറ്റി വ്യക്തമായ അഭിപ്രായം പറയാൻ പറ്റില്ല. പണ്ട് ഒരുപാട് അവർ ചെയ്തിട്ടുണ്ട്, അതിനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പാകിസ്ഥാനിൽ കാശ് കൊടുത്തതും കാര്യങ്ങൾ ചെയ്തതും എല്ലാം ഇറ്റ്സ് എ ഫാക്ട്. അഫ്ഗാനിസ്ഥാനിൽ അവർ കയറി കളിച്ചിട്ടില്ലേ? വിയറ്റ്നാമിൽ നടന്നതെന്താണ്? അതിനും പുറയിലോട്ട് പോകൂ. അപ്പോൾ അങ്ങനെ പിന്നെ കുവൈറ്റ് ആക്രമണം, തുർക്കി,
ഇതൊക്കെ ഒന്ന് ലെറ്റസ് ഗോ ബാക്ക് ടു ദി ഇന്റർനാഷണൽ എന്താ പറഞ്ഞ നാശങ്ങൾ ഉണ്ടാക്കിയ അത് അമേരിക്കയിൽ ഒരുപാട് പങ്കുണ്ട്, അത് സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ട്രംപിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അമേരിക്ക ഒന്നാമതാക്കണം, പക്ഷെ അതിനുവേണ്ടി അയാൾ പലതും ചെയ്യുന്നു. അതുപോലെ ഈ താരിഫും പിന്നെ ആണെങ്കിൽ അവരുടെ ഈ ആൾക്കാരുടെ സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കുക, അതുപോലെ പിന്നെ മെക്സിക്കോയിൽ നിന്ന് പിന്നെ ഒക്കെയുള്ള ആൾക്കാർ ഞൊഴിഞ്ഞു കയറുക എന്നുള്ളത്. അവിടെ വൻമതിൽ അയാൾ ഉണ്ടാക്കാൻ നോക്കി, കംപ്ലീറ്റ് ആയില്ല, ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. സോ ദാറ്റ്സ് വൈ ഐ തിങ്ക് ഹി ഗോട്ട് എ ഡിഫറെന്റ് ഔട്ട്ലുക്ക്. പക്ഷേ ഓപ്പൺലി അയാൾ ഇങ്ങനെ ഈ CIA അമേരിക്കൻ ചാരസംഘടന CIA ഓപ്പൺലി പണ്ട് ചെയ്തിരുന്ന പിന്നെ കാര്യങ്ങൾക്ക് അദ്ദേഹം ചുക്കാൻ പിടിക്കുമോ എന്ന് സംശയമുണ്ട്. അതിനിയും വരുന്ന കാര്യങ്ങളാണ്. എനിക്കതിനെപ്പറ്റി തീർച്ചയായിട്ടും. ക്ലിയറായിട്ടൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ എന്തായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് സംസാരിച്ചതിന്, പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി. ഇന്ത്യ കനത്ത രീതിയിലുള്ള നയതന്ത്ര രീതിയിലുള്ള പ്രതികരണങ്ങൾ, പ്രതിരോധങ്ങൾ പാകിസ്ഥാനിന് മേൽ ഏർപ്പെടുത്താനുള്ള എല്ലാ നീക്കവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിശൂന്യപരമായിട്ട് പാകിസ്ഥാനിനെ പോലെ ഇന്ത്യ പ്രതികരിക്കില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.